അങ്ങനെ നമ്മുടെ 2 മാസത്തെ സ്കൂൾ അവധി ഇല്ല, 1 മാസം പിന്നിട്ടിരിക്കുകയാണ് അല്ലേ ഇവക്കുട്ടി? 1 മാസം കഴിഞ്ഞു പോയി. ഇനി ഓഗസ്റ്റ് 25-ന് തുറക്കും. പിന്നെ ഓഗസ്റ്റ് മാസം കയറിയതോടെ ഇനി പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞു പോയി. എന്ത് പെട്ടെന്നാന്നുള്ള ഇതിലാണ് ഉള്ളത്. ഇപ്പം എപ്പോഴേലും രാവിലെ ഉറക്കം തെളിഞ്ഞ് എണീക്കുന്നു, തോന്നുമ്പോൾ എണീക്കുന്നു, തോന്നുമ്പം പല്ല് കഴിക്കുന്നു, തോന്നുമ്പം ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു ദിനചര്യയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 25-ാം തീയതി ആകുമ്പോഴത്തേന് ഇനി എല്ലാം ഒന്ന് സെറ്റായി വരണം. ഇവർ വീട്ടിലിരുന്ന് കളിച്ച് മടുത്തുകൊണ്ട് നമ്മൾ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് ഒരു ദിവസം ലീവുള്ള ദിവസം പുറത്തിറങ്ങാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ മാളിൽ വന്നതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ദേണ്ട കളിക്കുന്നു. വീട്ടിലാവുമ്പോൾ വീടിൻ്റെ അകത്തിരുന്ന് കളിക്കുന്നു, പുറത്തിറങ്ങി ദേണ്ട പുറത്തിറങ്ങി കളിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാളിലെത്തിയിട്ട് അവരവരുടേതായ കളിയിലാണുള്ളത്. 3 പേരും ഉള്ള കാരണം അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബോറടിയൊന്നുമില്ല. സാധാരണ മാളിലൊക്കെ നമ്മൾ പോകുമ്പോഴേ കൂടുതലായിട്ട് ഈ പ്ലാസ്റ്റിക് ചെടികളൊക്കെ ആയിരിക്കും ഡെക്കറേഷൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചേക്കുന്ന കാണുന്നത്. ഇവിടെ ഇതാ ഒരുപാട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കല്ലൊക്കെ ഉണ്ട്. തോട്ടിലൊക്കെ പോകുന്ന ഒരു എഫക്റ്റൊക്കെ കിട്ടും ഈ കല്ലിൻ്റെ മേലെ കൂടെ ഒക്കെ നടക്കുമ്പോൾ. അതുകൊണ്ട് ഇതാണ്ട് ഇവിടെ ചിലരൊക്കെ അത് കയറി നടക്കുന്നു. ഇതിൻ്റെ മണ്ടേ കൂടെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്, മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ചെടികളുണ്ട് ഇവിടെ. അതാണ് എൻ്റെ ഈ മാളിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഫെസ്റ്റിവൽ സിറ്റി മോളാണേ. എന്തിന്? ചുമ്മാ ഒരു രസം, ഒന്ന് മേലേക്ക് പോയിട്ട് തിരിച്ചു വന്നോട്ടെ നേതംകൂട്ടം ചോദിക്കുക. ആ ലിഫ്റ്റിന് ഒരു റൂമിന്റെ വലിപ്പമുണ്ട് കേട്ടോ. അതിനകത്ത് പാസഞ്ചർ കപ്പാസിറ്റി 53 പേരും 4000 കിലോയോ പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ ഒത്തിരി പേർക്ക് പോകാലോ. ഇനിയിപ്പൊ 53 പേര് കയറാനുള്ള ഇട കിട്ടിയില്ലെങ്കിൽ 4000 കിലോ പോകാം കേട്ടോ. ഏതുകൊണ്ട് എന്താണ്ട് കയറി പോകുന്നു, വെറുതെ മേലെ പോകുന്നു, താഴേക്ക് ഇറങ്ങി വരുന്നു. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതിനിടെ 2 പേര് താണ്ട് കല്ലേ കൂടെ കയറി നടന്ന് കളിക്കുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിലേ തോട്ടിലൊക്കെ പോയിട്ട് കുളിക്കുമ്പോൾ ഇതുപോലത്തെ ഉരുളങ്കല്ലൊക്കെ കാണുകയല്ലേ ഇഷ്ടം പോലെ ഒഴുകി വരുന്നതും. പിന്നെ ഇങ്ങനെ കാലൊക്കെ ഉരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പണ്ടൊക്കെ. തോട്ടിലൊക്കെ പോയി കുളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കൂർത്ത് ഇങ്ങനെ ഒരു സൈസ് ഒരു ഷേപ്പുള്ള കല്ലുകൾ വരുമല്ലോ, കുറെ ഒഴുകി വരുമ്പോൾ. അപ്പൊ അതിന്റെ മേലെ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ഉരച്ച് കാലൊക്കെ തേച്ച് കഴുകുന്ന ഓർമ്മയൊക്കെ ഇപ്പൊ വന്ന് ഈ കല്ലൊക്കെ കണ്ടപ്പോൾ. ഈ മാളിനകത്ത് പിള്ളേർക്കൊരു എന്റർടൈൻമെന്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞ് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കയറി പോകാം. പിള്ളേരുടെ കൂടെ പേരന്റിനും ഇരിക്കാം. കുഞ്ഞു കൊച്ചാണെങ്കിൽ അവരുടെ കൂടെ പേരൻസിനും പോകാനുണ്ട്. ഒരു രസം പിള്ളേർക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ചെടികൾ ഇതാണ്ട് നിൽക്കുന്നു. ഇവിടെ എല്ലാം ഫുള്ള് മണി പ്ലാന്റ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. ഇങ്ങോട്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇരിക്കാനും ഉണ്ട്. അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്, പിന്നെ ഫുഡ് കോർട്ട് അങ്ങനത്തെയൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാ, വെയിൽ താഴ്ന്നതിന് മുമ്പേ ഇറങ്ങി. ഈ മാളായതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ പിന്നെ അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. പിള്ളേർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആകും. കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് മടുക്കുമല്ലോ. ഇവരിങ്ങനെ ഒരു ഫ്ലാറ്റിലായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഒന്ന് കുറച്ച് നേരം അപ്പുറത്തെ റൂമിൽ പോയി കുറച്ച് നേരം ഹാളിലിരുന്നു ഇങ്ങനെ നടന്ന് മടുക്കുമല്ലോ. കുറച്ച് നേരം കളർ ചെയ്യും, കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ വായിക്കും, ബുക്ക് വായിക്കും. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മടുക്കും. പിന്നെ കാർട്ടൂണും കണ്ട് കുറേ നേരം ഇരിക്കുമല്ലേ. അത് കാരണം ഞങ്ങൾ ഇറക്കിയതേ ഇന്ന്. ഇവിടെ അച്ഛയ്ക്ക് ആകെപ്പാടെ ശനിയാഴ്ച മാത്രമല്ലേ അവധിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച ദിവസം നോക്കി എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങും. ഇപ്പോൾ പാർക്കിൽ പോക്കൊന്നും നടക്കത്തില്ല, കാരണം നല്ല ചൂടാണ്. വൈകുന്നേരമൊക്കെ പിന്നെ കുറച്ച് നേരം ഇറങ്ങാൻ പറ്റും ഇവിടെ. അതുകൊണ്ട് എല്ലാ മാളുകളിലും നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. പിള്ളേരും ഒക്കെ ആയിട്ട് ഇപ്പം ഏത് ഷോപ്പിൽ പോയാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട്. കാരണം ആരും അങ്ങനെ പുറത്തൂടെ അങ്ങനെ വേറെ പോകാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും തന്നെ ഇങ്ങനെ ഷോപ്പിങ്ങും മാളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നു. ഇനി പിന്നെ കുറേ പേരൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ടൂറൊക്കെ പോകുന്നുണ്ട്. പിള്ളേർക്ക് അവധി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ പോയില്ല. ഡിസംബറിൽ പോയതുകൊണ്ട് വെളിയിൽ നിന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ട് ഏതൻകുട്ടിനെ, യുവക്കുട്ടി, ഇസക്കുട്ടിയൊക്കെ. ഒന്നും പേടിക്കണ്ട, അത് കാരണം അവർ അതിലേ പോയി ഇതിലേ ഇറങ്ങി എങ്ങാൻ വരും. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നോളും. ഏതൻകുട്ടിൻ്റെ നേതൃത്വത്തിൽ 3 പേരോട് കറങ്ങാൻ പോയിരിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ ഏതൻകുട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഏതൻകുട്ടൻ ആ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് കയറാൻ പറ്റില്ല, ഹൈറ്റിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. ഹൈറ്റ് കൂടുതലേ ഏതൻകുട്ടൻ, അതുകൊണ്ട് കയറാൻ പറ്റില്ല. അത് കാരണം ഏതൻകുട്ടൻ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങി തരണമെന്ന്, എനിക്ക് കയറാൻ പറ്റാത്തതിന് ചിലവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഏതൻകുട്ടൻ കുറച്ചു നേരം മുമ്പേ യുവക്കുട്ടി ചോദിച്ചു, ചേട്ടാ എവിടെ പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൻകുട്ടൻ പറഞ്ഞു, ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അവൻ പറയുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ കയറാനുള്ളത് ഫ്രീ ആയിരുന്നു പിള്ളേർക്ക്. ഏതൻകുട്ടൻ അതിന് ചാർജ് ചെയ്യുന്നുണ്ട് പോകാൻ. എന്തെങ്കിലും സ്പെഷ്യൽ അവന് വേണം. അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടമായിരുന്നു. ആദ്യം പറഞ്ഞു, പക്ഷേ ഈ വലിയതായി കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പങ്ങളല്ലേ, ചില സ്ഥലത്തൊന്നും കയറത്തില്ലല്ലോ, പിള്ളേർ കളിക്കുന്ന സ്ഥലത്തൊന്നും കയറത്തില്ല, എനിക്ക് ഇച്ചിരി പൊക്കം ഉണ്ടെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, പക്ഷേ റൂള് നമ്മൾ അനുസരിക്കണമല്ലോ.
എന്നൊക്കെ അതാണ് എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. പണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേന് എന്തേലും ഒരു കാര്യം അവൻ കണ്ടുപിടിക്കും. ഏതോ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തീ പിള്ളേരെ ഇച്ചോട്ടി 2 കൊമ്പൊക്കെ കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവാക്കുട്ടിയാണ് ഒരുക്കിയത് അവളെ. എവിടെയെങ്കിലും പോവാന്ന് കേൾക്കുമ്പോഴത്തേന് ഞങ്ങൾ ഒരുങ്ങുന്നതിനേക്കാൾ 1 മണിക്കൂർ മുമ്പ് ഒരുങ്ങി ഇറങ്ങും. അതുകൊണ്ട് 2 കൊമ്പൊക്കെ കെട്ടി ഇവാക്കുട്ടി 2 ക്ലിപ്പൊക്കെ ഇവിടെയൊക്കെ കുത്തി നേരത്തെ റെഡിയായി വരുന്നുണ്ട്. കറങ്ങിയോ? മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞ് വന്നോ? ഇനി നമുക്ക് പോയാലോ? എന്നാല് പോകാം. വേണ്ടേ? എനിക്ക് എന്തെങ്കിലും മാറ്റാനുള്ളതാ പുറത്ത്. അതെന്താണ് ഈ എന്തെങ്കിലും? എന്തെങ്കിലും എന്താന്നുള്ള ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്നാ ചെയ്തു? സർപ്രൈസാ? ഇതെന്തോ ഒരു ഗെയിം സ്വന്തമായിട്ട് ഇവരെന്നെ കണ്ടുപിടിച്ചതാട്ടോ. അതാ ഇപ്പൊ കളിക്കാൻ പോകുന്നത്. അതെന്താ? എന്ത് ഗെയിമാ? ഏതോട്ടാ സ്റ്റാർട്ടായോ? കപ്പി ഉറങ്ങുവാണോ? ഓഹോ എന്റെ അമ്മ. ഇത് കോയിൻ ഇടുമ്പം സ്റ്റാർട്ട് ആവുന്നതാ കേട്ടോ. സ്റ്റോപ്പായി. ഓ ഇതായിരുന്നു ആ ഗെയിം. പുതിയ ടോയ് വാങ്ങിച്ചു കൊടുക്കും കപ്പിക്ക്. ആണോ? അപ്പൊ നമ്മൾ ഇനി മാളിൽ നിന്ന് പോകാൻ പോവാണേ. വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും എന്താണ് സർപ്രൈസ് വാങ്ങാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ല ചെറുതൊക്കെ പറയണേ. പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ വാങ്ങിക്കാൻ പോവാണ്. ആ 3 കിൻഡർ ജോയ് ഉള്ള ഒരു പാക്കില്ലേ, അത് ഞാൻ വാങ്ങിക്കാൻ പോവാണ്. ഒരെണ്ണം ഈ വകുടിക്ക് കൊടുക്കും, ഒരെണ്ണം ഇഷ്ടകുട്ടിക്ക് കൊടുക്കും, ഒരെണ്ണം ഞാൻ എടുക്കും. കാരണം നോർമലി വല്ലെങ്കിലും കിട്ടിയാൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണം കൊടുക്കും, ഒരെണ്ണം ഞാനും കൂടി എടുക്കും. നല്ലതാണ്. ഒരാള് പിന്നെ വീട്ടിൽ നിന്ന് സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കത്തില്ല, പക്ഷെ അല്ലെ ഹോട്ടലിൽ വന്നാൽ കുടിക്കും. ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. ഇത് വേണോ? വേണ്ട. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.